എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ചെറുള്ളി വെച്ചൊരു നല്ലൊരു സൈഡ് ഡിഷ് റെസിപ്പിയാണ്. എരിവും പുളിയും എല്ലാം നല്ല ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരു സൈഡ് ഡിഷ് റെസിപ്പി. കഞ്ഞിക്കും ചോറിൻ്റെ കൂടെയൊക്കെ പുരട്ടി കഴിക്കാൻ ബെസ്റ്റാണ്. 2-3 ദിവസം തന്നെ ചേർത്ത് വെച്ചുകൊണ്ട് കഴിക്കാനും പറ്റിയ ഒരു അടിപൊളി ഡിഷാണ്. എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കാം. നല്ലവണ്ണം കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്ന ചെറുള്ളി ഒരു 2 കപ്പ് എടുത്തിട്ടുണ്ട്. കുക്കറിനകത്താണ് വേവിക്കുന്നത്. ചെറിയ കുക്കറാണ് എടുത്തിരിക്കുന്നത്. ഇനി 1 കുടം വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത്. ഇത് ചെറിയ വെളുത്തുള്ളി ആയത് കാരണം തൊലി പൊളിക്കാൻ ഇച്ചിരി പാടാണ്. ഞാൻ തൊലിയോടുകൂടി നല്ലവണ്ണം കഴുകി എടുത്തതിന് ശേഷമാണ് ചേർക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ തൊലി മാറ്റിയാലും ചേർക്കാവുന്നതാണ്. ഇനി കുറച്ച് മഞ്ഞൾപ്പൊടിയോട് ചേർക്കണം. കുറച്ച് വെള്ളം ഉപയോഗിച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട്. ഒരുപാട് വെള്ളം വേണ്ട, എന്നാൽ വിട്ട് വേവിച്ചതിന് ശേഷം കുറച്ച് വെള്ളം അതിൽ വേണം താനും. ഇതെല്ലാം കൂടെ ചേർത്തൊന്ന് മിക്സ് ചെയ്തെടുക്കണം. ഇതിപ്പോൾ ചെറിയ കുക്കറായത് കാരണം ഒറ്റ വിസിലടിപ്പിക്കുക. അതിനുശേഷം ഇറക്കി വെക്കണം. ഒരു 2-3 മിനിറ്റ് നേരം കഴിഞ്ഞതിന് ശേഷം വേണം തുറന്ന് നോക്കാനായിട്ട്. കുറച്ചുകൂടി വലിയ കുക്കറാണ് എടുക്കുന്നെങ്കിൽ, അതായത് ഒരു 3 ലിറ്ററിൻ്റെ കുക്കറൊക്കെ എടുക്കുന്നെങ്കിലും അതിന് ഒരു വിസിൽ മാത്രം മതി. അതിൽ ആ ഒരു വിസിൽ വരാൻ വേണ്ടി കുറച്ച് സമയം കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പോൾ ആ വിസിൽ വന്ന ഉടനെ തന്നെ ഇറക്കി വെച്ച് അപ്പോൾ തന്നെ അത് തുറന്ന് നോക്കുകയും വേണം. അങ്ങനെയൊക്കെ ചെയ്യുന്ന എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ കുഴയാതെ തന്നെ സോഫ്റ്റായിട്ട് കിട്ടണം. 2-3 വിസിലൊക്കെ അടുപ്പിച്ച് കഴിയുമ്പോൾ അത് നല്ലവണ്ണം കലങ്ങിപ്പോവും. അങ്ങനെ വരാൻ പാടില്ല. ഇത് കറക്റ്റ് പരുവത്തിൽ കിട്ടിയിട്ടുണ്ട്. ഇങ്ങനെ തന്നെ എടുക്കാൻ നോക്കണം. ഇതിൽ കുറച്ച് വെള്ളമുണ്ട്, അങ്ങനെ തന്നെ മാറ്റി വയ്ക്കാം. ഒരു കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഞാനിവിടെ നല്ലെണ്ണയാണ് ഒഴിക്കുന്നത്. നല്ലെണ്ണ ഒഴിക്കണമെന്ന് നിർബന്ധമില്ല, ഏത് എണ്ണ ഒഴിച്ചാലും മതി. ചൂടായ എണ്ണയിൽ കുറച്ച് കറിവേപ്പില ചേർത്തിട്ട് മുരുമുരാന്നൊന്ന് വറുത്ത് മാറ്റി വയ്ക്കണം. ഇതൊന്ന് കോരിയെടുത്ത് മാറ്റി വയ്ക്കുകയാണ്. ഇനി അതേ എണ്ണയിൽ തന്നെ കുറച്ച് കടുകിട്ട് പൊട്ടിക്കുക. ഇനി വളരെ കുറച്ച് ഉലുവയാണ് ചേർക്കുന്നത്. ഉലുവ ഇനിയും ചേർക്കുന്നുണ്ട്, അതുകൊണ്ട് വളരെ കുറച്ച് ചേർക്കുക. വീണ്ടും കുറച്ച് കറിവേപ്പിലയോടെ ചേർത്തിട്ടുണ്ട്. കുറച്ച് വറ്റൽമുളകോടെ ചേർക്കുകയാണ്. ഇനി 2 പച്ചമുളകാണ്, അതുകൂടെ ചേർക്കുക. പച്ചമുളക് ഒന്ന് ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട്. ഇനി തീയും കുറച്ച് വയ്ക്കുക. കുറച്ച് വെച്ചതിന് ശേഷം വേണം പൊടിയിടാനായിട്ട്. കായപ്പൊടിയാണ് ചേർത്തത്. വളരെ കുറച്ച് കായപ്പൊടിയോടെ ചേർത്തൊന്ന് ഇളക്കിയെടുക്കുക. വീണ്ടും കുറച്ച് മഞ്ഞൾപ്പൊടിയോടെ ചേർത്തിട്ടുണ്ട്. അതും ഒന്ന് ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഒരു 1.5 സ്പൂണോളം കാശ്മീരി ചില്ലി പൗഡറാണ് ഞാനിവിടെ ചേർക്കുന്നത്. നിങ്ങൾ ഉപയോഗിക്കുന്ന മുളക് പൊടി എരിവുള്ളതാണെങ്കിൽ കുറച്ച് കുറവ് ചേർക്കാവുന്നതാണ്. ഇനി ആ ചെറു തീയിൽ തന്നെ നല്ലവണ്ണം ഇതൊന്ന് ചൂടാക്കി എടുക്കുകയാണ്. നല്ലവണ്ണം ഇളക്കിയെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ പുളിവെള്ളമാണ് ചേർക്കുന്നത്. ഒരു നെല്ലിക്ക വലുപ്പത്തിലുള്ള പുളി വെള്ളത്തിൽ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അത് പിഴിഞ്ഞിവിടെ ചേർക്കുക. ഈ ഒരു വലുപ്പത്തിലാണ് എടുത്തിട്ടുള്ളത് പുളിയെ. ഇനി അതേ ചെറു തീയിൽ തന്നെ നല്ലവണ്ണം ഇതൊന്ന് വഴറ്റിയെടുക്കണം. ആ വെള്ളമയൊക്കെ ഒന്ന് പറ്റി കളറൊക്കെ കുറച്ചുകൂടെ ഡാർക്ക് ആവുകയും ആ എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് കിട്ടണം. നന്നായിട്ട് വഴന്ന് കിട്ടിയിട്ടുണ്ട്. എണ്ണ തെളിഞ്ഞിട്ടുണ്ട്. കുറച്ച് തെന്നി പോകുന്ന ഒരു പരുവത്തിൽ കിട്ടണം. ഇങ്ങനെ വന്നതിന് ശേഷം മാത്രം അടുത്ത ചേർക്കാവൂ. ഇനി ആ ഉള്ളിയാണ് ചേർക്കേണ്ടത്. ആ വെള്ളത്തോടു കൂടി തന്നെ ചേർക്കുക. ഉലുവ വറുത്ത് പൊടിച്ചാണ്, കുറച്ചൊരല്പം കൂടി ചേർത്തിട്ടുണ്ട്. ഇതൊന്ന് ചേർത്ത് ഇളക്കുവാണ്. ഇനി ഉപ്പ് ഇതുവരെയും ചേർത്തിട്ടില്ല, ഉപ്പ് ചേർക്കുക. കുക്കറിൽ ഉള്ളിയുടെ കൂടെ ഉപ്പ് ചേർത്തിരുന്നെങ്കിൽ ഉള്ളി ഒരുപാട് കുഴഞ്ഞു പോകും. അത് കാരണമാണ് ഇങ്ങനെ പേള് പോലെ ഇങ്ങനെ ഉരുണ്ടുരുണ്ട് തന്നെ ഉള്ളി കിട്ടണം. അതുകൊണ്ടാണ് ആ സമയത്ത് ഉപ്പ് ചേർക്കാതിരുന്നത്. ഇനി ആ മീഡിയം ഫ്ലെയിമിലിട്ടുകൊണ്ട് നല്ലവണ്ണം ഇതൊന്ന് ഇളക്കിയെടുത്തുകൊണ്ടിരിക്കണം. എണ്ണ തെളിയണം നല്ലവണ്ണം. എണ്ണ ഇങ്ങനെ ചെറുതായിട്ട് എണ്ണ തെളിയാൻ തുടങ്ങിയിട്ടുണ്ട്. ആ സമയമാകുമ്പോൾ ശർക്കരപ്പൊടിയാണ് 1/2 സ്പൂൺ ചേർക്കുക. ഇതിനകത്ത് മധുരം ചേർത്തിരിക്കണം. മധുരം ചേർത്തെങ്കിൽ മാത്രമേ ഉപ്പും പുളിയെല്ലാം ബാലൻസ്ഡ് ആയിട്ട് ഇരിക്കത്തുള്ളൂ. 1/2 സ്പൂണോളമാണ് ചേർക്കുന്നത്. ശർക്കരപ്പൊടി ഉണ്ടെങ്കിൽ അത് ചേർക്കുക, ഇല്ലെങ്കിൽ പഞ്ചസാരയായാലും ചേർത്താൽ മതി. ഇനി ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മാത്രം മതി. മീഡിയം ഫ്ലെയിമിൽ ഇങ്ങനെ ഇടുക. ഇനി എണ്ണ നമ്മൾ എത്ര എണ്ണ ഒഴിച്ചിട്ടുണ്ടോ അത്രയും എണ്ണ ഇങ്ങനെ മുകളിൽ തെളിഞ്ഞു വരും. നമ്മളിങ്ങനെ ഇളക്കുന്ന സമയത്തൊന്നും ഉള്ളി ഇങ്ങനെ ഉടഞ്ഞു പോകത്തില്ല, പുളി ചേർത്തിരിക്കുന്നത് കാരണം. ഉള്ളി പക്ഷേ നല്ല സോഫ്റ്റാണ് താനും.
ഇനി എണ്ണ ഇങ്ങനെ തെളിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഈ സമയമാകുമ്പോഴത്തേനും നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന കറിവേപ്പില ഉണ്ടല്ലോ, അത് കൈവച്ച് ഒന്ന് പൊടിച്ചെടുക്കുക. ചുമ്മാ ഒന്ന് ഞെരടിയെടുത്താൽ മാത്രം മതി. അതുകൂടെ ഒന്ന് ചേർക്കുകയാണേ, നല്ലവണ്ണം യോജിപ്പിച്ചെടുക്കുക. ഇനി ഇത് കുറേശ്ശെയായിട്ട് ഇപ്പോൾ ഡാർക്ക് ആകാനായിട്ട് തുടങ്ങും. അതായത് നമ്മൾ ഒഴിച്ച എണ്ണയൊക്കെ നല്ലവണ്ണം മുകളിൽ വന്നിട്ടുണ്ട്. കറി നല്ല ഡാർക്കായിട്ടുണ്ട്. കറി ഉണ്ടാക്കി വെച്ച് ഒരു 4 മണിക്കൂറിന് ശേഷമാണ് ഇതിൻ്റെ ടേസ്റ്റ്, ഉപ്പും പുളിയൊക്കെ ഉള്ളിലൊക്കെ പിടിച്ച് വരുന്നത്. നമ്മൾ ആദ്യമേ ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ആ ഉലുവയുടെ ടേസ്റ്റൊക്കെ ആയിരിക്കും, അത്രയും നമ്മൾ ടേസ്റ്റ് അറിയത്തില്ല. അതുകൊണ്ട് നിങ്ങൾ രാത്രിയിൽ ഉണ്ടാക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കഴിക്കുകയാണെങ്കിൽ നല്ല ബെസ്റ്റായിരിക്കും അതിൻ്റെ ടേസ്റ്റ്. ഇല്ലെന്നുണ്ടെങ്കിൽ രാവിലെ ഉണ്ടാക്കിയിട്ട് ഒരു 3-4 മണിക്കൂറിന് ശേഷം കഴിക്കാനായിട്ട് നോക്കുക. ആ എണ്ണയെല്ലാം നല്ലവണ്ണം തെളിഞ്ഞ് വന്നതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യേണ്ടതുമാണ്. ഇത് ചോറിൻ്റെ കൂടെ മാത്രമല്ല, ചപ്പാത്തിക്കൊക്കെ ചേർത്ത് കഴിക്കാൻ പറ്റിയ നല്ലൊരു ഡിഷ് കൂടിയാണ്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കൂട്ടുകാർക്കൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. ലൈക്കും കമൻറ്റും സബ്സ്ക്രൈബും ഒക്കെ ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ കൂടി മറന്നുപോലെ. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണിൽ ഓൾ ഓപ്ഷൻ ഒന്ന് ടിക്കാക്കി ഇടാനും മറന്നുപോലെ. ഇതുവരെ തന്ന സപ്പോർട്ടിനെല്ലാം ഒരുപാട് നന്ദിയുണ്ട്. ഒരുപാട് സ്നേഹത്തോടെ താങ്ക്സ് ഫോർ വാച്ചിങ്.